ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖാണോ? ഞമ്മളിന്ന് നോമ്പ് തുറക്കാന് കാരക്ക് വെള്ളമൊക്കെയാണ്. നോമ്പ് തുറന്നിട്ട് കഴിക്കുന്ന ഭക്ഷണം ചക്ക കൂട്ടാനാണ് കേട്ടോ. ഞമ്മളിങ്ങനെ ഇടക്കിടക്ക് ചക്ക കൂട്ടാനും ചപ്പയും ഇറച്ചി അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പൊ ചക്ക കിട്ടിയിരിക്കണ്. ഇനിയിപ്പോ നോമ്പ് കഴിയുമ്പത്തിന് ചിലപ്പോ ഈ മൂത്ത ചക്കയൊക്കെ തീരൂലേ, അപ്പൊ പിന്നെ ചക്ക കിട്ടൂലല്ലോ, തീർന്നു പോകും, ഇതൊക്കെ പഴുത്ത് പോകും. അപ്പോ ചക്ക കൂട്ടാന് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ബീഫ് കൊണ്ട് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പൊ ഒന്ന് ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇത് പിന്നെ എല്ലാവർക്കും പിന്നെ നോമ്പ് തുറക്കുമ്പോ ബിരിയാണി, നെയ്ച്ചോറ്, പത്തിരി അങ്ങനെയുള്ളതാണ്. ഇവിടെ പത്തിരിയാണ് ഞങ്ങൾ, ബിരിയാണി ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ. പത്തിരിയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ചായക്ക് നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ ഉണ്ടാക്കല്. പത്തിരി മടുത്തുക്കണ് സത്യം പറയുകയാണെങ്കിൽ. പിന്നെ അതുമല്ല, പത്തിരി കുഴച്ച് പരത്തി ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് വെജ് ചെയ്യണം. പിന്നെ എന്താണ് വെയിലും ചൂടും കുഴക്കമൊക്കെ. അപ്പോൾ ചക്ക കിട്ടിയപ്പോൾ ഞാൻ കുഞ്ഞാണിയാക്കാനോട് പറഞ്ഞു നമുക്ക് ചക്ക കൂട്ടാൻ ഉണ്ടാക്കുക. കുറച്ച് ബീഫ് കൊണ്ടുവന്ന് വെച്ചതുണ്ട്, അതുകൊണ്ട് ചാറും ഉണ്ടാക്കാറുന്നു. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളൊക്കെ എന്താ പറയാ, ഇങ്ങനെ നിങ്ങൾക്കൊക്കെ ഇത് കാണുമ്പോ പിന്നെ ചില ആൾക്കാർക്കൊക്കെ പുതുമേക്കാരം ഇവര് നോൽമ്പിന് എങ്ങനെ ഈ ചക്കക്കൂട്ടാനൊക്കെ തിന്നുക അല്ലെങ്കിൽ പൂളൊക്കെ തിന്നുകയെന്നല്ലേ. ഞമ്മക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. വിശപ്പ് മാറാൻ ചക്ക ആയാലും വേണ്ടില്ല, മാങ്ങ ആയാലും വേണ്ടില്ല, പൂളയായാലും വേണ്ടില്ല, ഞമ്മക്ക് എന്തെങ്കിലും ഒന്ന് മതി. പിന്നെ അതിക്ക് ഇറച്ചിന്റെ ചാറോ മീനിന്റെ ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. അല്ലാതെ വെറും ചക്ക കൂട്ടാനായാലും തിന്നാലൊന്നും പോകൂല. പിന്നെ നമ്മൾ പത്തിരി ആണെങ്കിലും ഇനിയിപ്പോൾ ബിരിയാണി തന്നെ ആണെങ്കിലും നമ്മൾ നോൽമ്പ് തുറന്നാൽ നമ്മൾ പള്ള നിറച്ചങ്ങാണ്ട് ബിരിയാണി ഒന്നും തിന്നൂല, കയ്യൂല തിന്നാൻ. ഒന്നോ രണ്ടോ കുഞ്ഞിക്കൈയിൽ തിന്നു. വെറുതെ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ വെറുതെ ഉണ്ടാക്കുകയാണ്, തിന്നൂല. ഇവിടെ ഞാനും അങ്ങനെ തന്നെയാണ്. കുഞ്ഞാണിയാക്കി ഇനിയിപ്പോൾ മോട്ടി ഉണ്ടെങ്കിൽ മോട്ടി അങ്ങനെ തന്നെയാണ്. മോട്ടി കടി തന്നെ തിന്നൂല, ഒരു സാധനം തിന്നൂല. ആ തുറക്കുമ്പോൾ എന്താണോ ഉള്ളത്, ഇനിയിപ്പോൾ വെള്ളമാണെങ്കിൽ വെള്ളം, പൊരി എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത്, ജ്യൂസ് അങ്ങനെയൊക്കെ കഴിക്കാന്നല്ലാതെ. അപ്പം അങ്ങനെയൊക്കെയാണ് വർത്താനം. അപ്പം നമുക്ക് നോൻപ് തുറക്കാൻ ഇന്ന് ചക്ക കൂട്ടാനും ബീഫ് കറിയാണ് കേട്ടോ. അപ്പം എന്നാൽ ഈ റെസിപ്പി കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ചക്ക കിട്ടുകയാണെങ്കിൽ നോമ്പ് തുറക്കാൻ ഇതാ കണ്ടോ, നല്ല ചക്കച്ചോളയാണ്. കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കൊണ്ടിട്ടോ. ടേസ്റ്റ് ഉണ്ടോയെന്ന്. അതിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾ വീഡിയോ കാണാൻ എല്ലാവരും വരും. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക്. പിന്നെ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കി വെച്ചിട്ടോ, ഞാൻ കാണിച്ചു തരാം. ചക്കക്കൂട്ടാനിക്ക് ബീഫ് കറി ഉണ്ട്, ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ബീഫ് ചാറ് ഉണ്ടാക്കിയിരിക്കണം. ഇത് ഞാൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറികൾ, ക്യാബേജ്, ക്യാരറ്റ്, സവാള, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ക്യാപ്സിക്കം ഒക്കെ ഉണ്ടിട്ടതിൽ ഇതൊക്കെ പാടെ ഞാൻ അങ്ങോട്ട് വാട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഒരു തുള്ളി വെളിച്ചെണ്ണ പറഞ്ഞങ്ങാണ്ടേ ഉപ്പ് ഇട്ടിട്ട് വാട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമുക്ക് സമൂസക്ക് വേണ്ട മസാല, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇടട്ടോ. എന്നിട്ട് നമ്മളിത് നല്ലോണം വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു കറുമുറായിട്ട് നമുക്ക് ഇതിങ്ങനെ കഴിക്കട്ടോ. സമൂസൻ്റെ ഉള്ളിൽ ഇതാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഇത് വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിക്കണ്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിക്കണ് കേട്ടോ. കുരുമുളക് പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്തിക്കണ് കേട്ടോ ഞാൻ. പിന്നെ കുറച്ച് ഗരം മസാലയും പെരിഞ്ജീരകവും മല്ലിപ്പൊടിയും കൂടി തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ്, പിന്നെ മസാലയ്ക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മളൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയോ, ചിക്കനോ ബീഫോ കുറച്ച് ഇടണം കേട്ടോ. എമിക്കുട്ടാണെങ്കിൽ നിൽക്കടാ, എമിക്കുട്ടനവിടെ പന്ത് കളിക്കുന്നുണ്ട്, അതാണ് ആ സൗണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ പാടിട്ടുങ്ങാണ്ട് ഇങ്ങോട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ നോമ്പ് തുറക്കുമ്പോൾ ഈ സമൂസ ഉണ്ടാക്കുമ്പോഴേ എന്താ പറയുക, കുറച്ച് ഒരു ചൊടിയൊക്കെ വേണം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു എരിവും കാര്യങ്ങളൊക്കെ വേണ്ട. അപ്പോൾ മസാല ഇതാക്കണ്. അപ്പോൾ ഓല അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ വീഡിയോ എടുത്തു തരാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓലയിൽ നിറക്കണമൊന്നും കാണിക്കണില്ല കേട്ടോ. ഞാൻ മാത്രമാണ് വീഡിയോ ഇത് എടുക്കുന്നത്. പിന്നെ ഇത്രയും സമൂസ ഉണ്ടാക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയത്തിക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കുറേ സമൂസ ഉണ്ടാക്കുന്നത് കേട്ടോ. എമിക്കൂട്ട് അടങ്ങി നിൽക്ക്. എന്നിട്ട് ഇത് ചൂടാറിയിട്ട് ഇതിൻ്റെ ഇതൊക്കെ ഫില്ല് ചെയ്തെടുക്കുക. പിന്നെ എന്താ പറയുക, സമൂസൻ്റെ ഉള്ളിൽ ഇത് മസാലയൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ.
അപ്പോൾ ആദ്യം കുറച്ച് പൊരിച്ചിട്ടാണ് പിന്നെ ഇത് പൊരിക്കുന്നത്, അല്ലാതെ അത് പഴയ എണ്ണയൊന്നും അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ എണ്ണ അങ്ങനെ. അത് 2 പൊരിക്കുമ്പോൾ തന്നെ മഞ്ഞ കളർ പുറത്തേക്കൊക്കെ വന്നിട്ടേ എണ്ണേൻ്റെ കളറ് മാറുകയാണ്. അപ്പോൾ ആരോ ഒന്നാൾ വീഡിയോയിൽ പറഞ്ഞു താത്ത എണ്ണ മാറ്റാനയക്കണമെന്ന് കേട്ടോ. അപ്പോൾ ഒരു പ്ലേറ്റ് പൊരിച്ച് വെച്ചിക്കണ് കുട്ടികൾക്ക് കൊടുക്കാനുള്ളത്, പിന്നെ ഞങ്ങൾക്കുള്ളതാണ് ഇപ്പോൾ പൊരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ മോൾട്ടി ഉണ്ട്, മോൾട്ടി എമ്മിക്കുട്ടനൊക്കെ ഉള്ളതല്ലേ, ആരൊക്കെ ഉണ്ടായാലും ഒന്ന് തിന്നാലായി. ചിലപ്പോൾ 2 കഴിക്കും. എന്നൊന്നും പൊരിക്കടി ഉണ്ടാക്കലില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ ഈ നോമ്പായിട്ട് ഇത്രയും നോമ്പായില്ലേ, 4ാമത്തെ പ്രാവശ്യമാണ് പൊരിക്കടി ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ലാത്ത ദിവസമൊക്കെ വെറും ഫ്രൂട്ട്സും നാരങ്ങാ വെള്ളവും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് ചക്കക്കൂട്ടാനാണ്. ചക്കക്കൂട്ടാൻ നല്ല ടേസ്റ്റാണ് നോമ്പ് തുറക്കുമ്പോൾ കേട്ടോ. നോമ്പ് തുറക്കുന്ന ടൈമിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ചക്ക പഴുത്തതും ഉണ്ടായിരുന്നു, പൈനാപ്പിൾ, മുന്തിരി, വത്തക്ക, ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നു. പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ, മാങ്ങ കൊണ്ട് ജ്യൂസ് അടിച്ചിരുന്നു. മാങ്ങ ജ്യൂസ് ഉണ്ടായിരുന്നു, കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് ജ്യൂസ് അടിച്ച് നല്ലോണം ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് ജ്യൂസ് അടിച്ചത്. നല്ല തണുപ്പുള്ള ജ്യൂസ് ആയിരുന്നു കേട്ടോ. ഈ ഫ്രൂട്ട്സൊക്കെ നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിരുന്നു, നല്ല ചൂടല്ലേ. പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനൊരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ തന്നെ വയറ് നിറഞ്ഞു പോകും കേട്ടോ. പിന്നെ ചക്കക്കൂട്ടാൻ പിന്നെ ഒരു 9 മണി 9:30 ആയിട്ടാണ് കേട്ടോ ചക്കക്കൂട്ടാൻ കഴിക്കണത്. ചക്കക്കൂട്ടാനിക്ക് ഞാൻ ബീഫ് കറി ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ബീഫ് കറീൻ്റെ റെസിപ്പി ഒന്നും ഞാൻ അതിൽ കാണിക്കണില്ല. ഇനിയിപ്പോൾ വീഡിയോ ലെങ്ത് ആകണ്ട, എല്ലാവർക്കും നോമ്പല്ലേ. നോമ്പ് ഇനി ആർക്കും സമയമൊന്നും ഉണ്ടാവില്ല, കാരണം എല്ലാവരും പ്രാർത്ഥനകൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്ന മാസമാണ്. അപ്പോൾ ഈ കുറച്ച് വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായോ എല്ലാവർക്കും? ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മഴ പെയ്യും. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ കൂട്ടുകാരെ? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ വന്ന് റൂമിൽ കയറി പുറത്തേക്ക് പോയി കേട്ടോ. നമ്മളെ ഷെഡിൻ്റെ മുന്നിലല്ലേ നമ്മളെ പുതിയ വീട്. അപ്പോൾ ഞാൻ വാതിൽ തുറന്നിട്ടാണ്, വാതിൽ തുറന്നിട്ടാണ് ഈ കിട്ടുന്നത്. അപ്പോൾ പുറത്ത് തുറന്നു നോക്കുമ്പോൾ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ പെയ്ത് വരുന്നേ ഉള്ളൂ, കാറ്റുണ്ട്. അപ്പോൾ എല്ലാവർക്കും മഴ പെയ്യുമ്പോൾ ഭൂമി ഇങ്ങനെ തണുക്കില്ലേ, ഭൂമി തണുക്കുമ്പോൾ നമ്മളെ ശരീരവും ഒക്കെ ഒന്ന് വലിയ ആവശ്യം തണുപ്പ് കിട്ടുന്നത്. നോമ്പെടുക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക സുഖമാണല്ലേ മഴ പെയ്താൽ. TK കോളനിയിൽ കാറ്റടിച്ചിട്ട് 1600 വാഴയൊക്കെ പൊട്ടി വീണു, വാഴയൊക്കെ പോയി. അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി.